ഇതാണ് ചെന്നൈയിലുള്ള PVR പലാസോ ഐമാക്സ്. ബാഹുബലി ദ എപ്പിക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത്. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കാനായിരുന്നു പ്ലാൻ. ഏകദേശം 330 രൂപയാണ് ഇവിടെ ഒരു ഐമാക്സ് ടിക്കറ്റിന് ഇവർ ചാർജ് ചെയ്യുന്നത്. PVR ആപ്പ് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഈ 330 രൂപയുടെ ടിക്കറ്റ് എനിക്ക് 135 രൂപയ്ക്ക് കാണാൻ പറ്റുമെന്ന്. അത് എങ്ങനെയെന്നാൽ PVR പാസ്പോർട്ട് നമുക്ക് ഈ ചെന്നൈയിലെ ഐമാക്സിൽ അപ്ലൈ ചെയ്യാം. PVR പാസ്പോർട്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറയാം. ചെന്നൈയിൽ 2 ഐമാക്സ് ഉണ്ട്. ഒന്ന് പലാസോ വടപ്പള്ളിയിലാണ്, പിന്നെ ഉള്ളതൊന്ന് ഫീനിക്സ് ആണ്. ഫീനിക്സ് ഉള്ളത് വേലശ്ശേരിയിലാണ്. അപ്പോൾ നമുക്ക് ലോക്കൽ ട്രാൻസ്പോർട്ടേഷനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്നത് വടപ്പള്ളിയാണ്. വടപ്പള്ളി മെട്രോയിലേക്ക് കയറി കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് മെട്രോ സ്റ്റേഷൻ ഇറങ്ങി തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കബിൾ എന്നൊന്നും പറയാനില്ല, ഒരു 50-70 മീറ്ററിനുള്ളിൽ തന്നെയാണ് ഈ പറയുന്ന പലാസോ ഐമാക്സ് ഉള്ളത്. അത് മാത്രമല്ല, ഈ പലാസോ ഐമാക്സിൽ നമുക്ക് PVRൻ്റെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മൾ ട്രിവാൻഡ്രം ഐമാക്സിൽ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഐമാക്സിൽ ഏതെങ്കിലുമൊക്കെ പടം കാണാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ PVR പാസ്പോർട്ട് എടുത്താൽ മതി. ഞാൻ പാസ്പോർട്ടിനെ കുറിച്ച് വേറെയും വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഐ മീൻ 349 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടുന്നൊരു പാസ്സാണത്. ആ പാസ് ഉപയോഗിച്ച് നമുക്ക് 4 പടങ്ങൾ കാണാം. 4 പടങ്ങൾ അപ്പോൾ 349 ഡിവൈഡഡ് ബൈ 4 എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്കൊരു 87 റുപ്പീസൊക്കെ ഒരു പടത്തിന് വരുന്നുള്ളൂ. ഈ 87-ന് പുറമെ അതിൻ്റേതായിട്ടുള്ള GST അല്ലെങ്കിൽ കൺവീനിയൻസ് ഫീ എന്ന് പറയുന്ന അതും കൂടി നമ്മൾ കൊടുക്കണം. അപ്പോൾ ബുക്കിംഗ് ചാർജ് അടക്കം ഒരു സിനിമ 123 രൂപയ്ക്ക് കാണാൻ പറ്റും. അപ്പോൾ ഐമാക്സിൻ്റെ ഒരു ടിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു 300 റുപ്പീസ്. ഞാൻ അന്ന് ബാഹുബലി കാണാൻ പോകുന്ന സമയത്ത് 300 ആയിരുന്നു. ചിലപ്പോൾ 400 വരും, ചിലപ്പോൾ ട്രിവാൻഡ്രത്തേക്കാണെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ വരും. വീക്ക് ഡേയ്സിലാണെങ്കിൽ ചിലപ്പോൾ മേ ബി കുറയായിരിക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് 349 രൂപ കൊടുത്ത് നമ്മളൊരു പാസ്പോർട്ട് നമ്മൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പാസ്പോർട്ടിൻ്റെ റേറ്റ് നമുക്ക് ആ ഒരു ടിക്കറ്റ് റേറ്റിൽ നമുക്ക് കവറാവും. പിന്നെ ബാക്കി നമ്മൾ കാണുന്ന 3 സിനിമയെ നമ്മൾ അബ്സല്യൂട്ട്ലി കൺവീനിയൻസ് ഫീ മാത്രം കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു ഓഫറല്ലേ. അപ്പോൾ അങ്ങനെ ഈ പലാസോ ഐമാക്സിൽ ഈ PVR പാസ്പോർട്ട് ബാഹുബലി ദ എപ്പിക് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അപ്ലൈ ആവുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം ഞാനത് എക്സ്പെക്ട് ചെയ്തതല്ല. ഞാൻ അതിന് മുമ്പ് തന്നെ ഞാൻ ഫീനിക്സിൽ നോക്കി. അപ്പോൾ ഫീനിക്സ് നോക്കിയപ്പോൾ ഫീനിക്സിൽ അപ്ലൈ ആവുന്നില്ല, പക്ഷേ പലാസോ ഐമാക്സിൽ ഇത് അപ്ലൈ ആവുന്നുണ്ട്. അങ്ങനെയാണ് ബാഹുബലി ദ എപ്പിക് ഞാൻ പലാസോ ഐമാക്സിൽ ഞാൻ കണ്ടത്. ആക്ച്വലി ഇത് 2015. അപ്പോൾ അന്ന് ഈ ഫേസ്ബുക്ക് മൂവി ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അന്നേ അഹങ്കാരത്തിൽ പറയാമല്ലോ കേട്ടോ, പണ്ട് മുതലേ തെലുഗു ഫിലിംസൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അതുപോലെ രാജമൗലി എന്ന് പറയുന്ന ഡയറക്ടർ, അതായത് ഈ മഗധീര എന്ന് പറയുന്ന സിനിമയൊക്കെ ഞാൻ തിയേറ്ററിൽ കണ്ടതാണ്. മഗധീര അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ എനിക്ക് തോന്നുന്നു അന്ന് CD അല്ലെങ്കിൽ ടൊറൻറ്റ് അതൊക്കെ വഴിയാണ് പിന്നെ ധീര എന്നൊക്കെ പറഞ്ഞ് മലയാളം ഡബ്ബൊക്കെ വന്നു. അപ്പോൾ ഈ രാജമൗലി ഭയങ്കര ഫേമസ് ആണ്. പണ്ടേ ഛത്രപതിയൊക്കെ ഇവിടെ മലയാളം ഡബ്ബൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ എറണാകുളം വിനീത തിയേറ്റർ ഉണ്ടല്ലോ, ആ തിയേറ്റർ പണ്ടൊരു C-ക്ലാസ് തിയേറ്റർ ആയിരുന്നു. അവിടെ ഇങ്ങനെ പ്രോപ്പർ റിലീസൊന്നും വരില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് തിരുപ്പാച്ചി എന്ന് പറയുന്ന ഒരു വിജയുടെ പടം വന്ന് അവിടെ റിലീസ് വന്നു. അപ്പോൾ തിരുപ്പാച്ചി റിലീസായപ്പോൾ തൊട്ടടുത്താണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ പറയുന്ന വിനീത തിയേറ്ററിൽ പോകുന്നത്. ഈ തിയേറ്ററിൽ റിലീസല്ല, ഐ മീൻ A-ക്ലാസ് B-ക്ലാസ്സിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് പഴയതായിട്ടുള്ളൊരു ഛത്രപതി എന്ന് പറയുന്ന ആ ഒരു പ്രഭാസിൻ്റെ പടമൊക്കെ മലയാളം ഡബിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ. അതുകൊണ്ട് തന്നെ രാജമൗലി എന്ന് പറഞ്ഞ ഡയറക്ടർ നമുക്ക് പണ്ടേ രാജമൗലി എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്. പുള്ളിയുടെ പടങ്ങൾ വേറെ ഏതൊക്കെയാണ്. അപ്പോൾ ഈ പുള്ളിയുടെ ഇന്നൊരു ബാഹുബലി എന്ന് പറയുന്നൊരു പടം വരുന്നപ്പോൾ ഈ കാര്യം ഞാൻ 2015 ആ സമയത്തൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയിട്ടൊന്ന് മൂവി ഗ്രൂപ്പുകളിൽ ഇടുന്നുണ്ട്. പിന്നെ പോലെ ബാഹുബലി എന്ന് പറയുന്ന സിനിമ റിലീസാവുന്നുണ്ട്, ഒരുപാട് പ്രതീക്ഷകളാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതിൻ്റെ താഴെ കമൻ്റായിട്ട് വന്നിരിക്കുന്നത് ഈ തെലുങ്ക് പടങ്ങളൊക്കെ ആര് കാണാനാണ് എന്നുള്ള രീതിയിൽ. പിന്നീട് ബാഹുബലി എന്താ എന്നുള്ളതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. അതൊരു ഇന്ത്യൻ സിനിമയുടെ ഒരു ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു കുറേ കാലം, അതായത് ബാഹുബലിക്ക് ശേഷം ഒരു പടം ഉണ്ടായിട്ടില്ല, അത്രയും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു പടമാണ് ബാഹുബലി ദ എപ്പിക്കിലേക്ക് വരുമ്പോൾ 1-ാം ഭാഗവും 2-ാം ഭാഗവും കൂടി മെർജ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ബാഹുബലി ഞാൻ ഇവിടെ ആദ്യം റിലീസായപ്പോൾ PVRൽ, നമ്മുടെ ഇപ്പോഴത്തെ ലുലു മാൾ PVRൽ അന്ന് ഇവിടെ തമിഴ് വേർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലാണ് കണ്ടത്. ബാഹുബലി 2 ഞാൻ കണ്ടത് മലയാളം വേർഷൻ വനിതാ തിയേറ്ററിലായിരുന്നു. അപ്പോൾ ഈ മലയാളം തമിഴ് ഡബ് വേർഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് തമിഴാണ്. വേറൊന്നും കൊണ്ടല്ല, പണ്ട് തൊട്ടേ KTV ആ ഒരു കാലഘട്ടം മുതൽ ഇംഗ്ലീഷ് പടങ്ങൾ ഡബ് ചെയ്ത് വരുമ്പോൾ എനിക്ക് തമിഴ് ഡബിങ് എനിക്ക് ഇഷ്ടമാണ്. ബാക്കിയുള്ള ഏത് ലാംഗ്വേജ് ആണെങ്കിലും, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലും അവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് അറിയാൻ പാടാത്ത ലാംഗ്വേജ് ആണ്, ഇനി എനിക്ക് സബ് ടൈറ്റിൽ ഒരുപാട് നോക്കി നിൽക്കേണ്ട, സബ് ടൈറ്റിൽ നോക്കി ഇരിക്കുക എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ ഒരു കാഷ്വൽ വ്യൂവിങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ മിക്കപ്പോഴും തമിഴ് ഡബ്ബാണ്
യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പേഴ്സണലി ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഒരു തമിഴ് ഡബ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ബാഹുബലി ഫസ്റ്റ് പാർട്ട് ഒരു ബൈലിംഗ്വൽ ആ രീതിയിൽ എടുത്തത് കൊണ്ട് തന്നെയും ഇതിൻ്റെ അവരുടെ ആ ഒരു ലിപ് മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തമിഴിൽ പെർഫെക്റ്റ് ആണ്. നിങ്ങൾ തമിഴ് ഡബ്ബ് കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കുക, പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാ സംഭവങ്ങളും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ് ഡബ്ബിങ്ങിനോട് എനിക്ക് എപ്പോഴും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഇപ്പോൾ ബാഹുബലി ദ എപ്പിക്ക് തമിഴ് വേർഷൻ ഉണ്ടായിരുന്നത് അന്ന് രാത്രിയായിരുന്നു. അപ്പോൾ ബാഹുബലി ദ എപ്പിക് തമിഴ് വേർഷൻ ആയിരുന്നു ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ 2015 നമുക്ക് അന്ന് ഇത്രയും സ്ക്രീൻ ക്ലാരിറ്റി കാര്യങ്ങളൊന്നുമില്ല. അന്ന് വരുന്ന എല്ലാം സിനോൺ പ്രൊജക്ഷനിൽ ലേസർ പ്രൊജക്ഷനൊക്കെ അന്ന് ഉണ്ടോയെന്ന് തന്നെ സംശയമാണ് 2015 സമയത്തൊക്കെ. അപ്പോൾ അന്നേരം കണ്ടപ്പോൾ നമുക്ക് പ്രശ്നമില്ലാത്ത പലതും ബാഹുബലി ദ എപ്പിക് ഐമാക്സ് കാണുമ്പോൾ ഈ VFX ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ കാളയുടെ സംഭവങ്ങളൊക്കെ അതൊക്കെ നമുക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. അന്ന് അത് ഗംഭീര VFX ആയിട്ടൊക്കെ തോന്നി. പക്ഷെ ഇപ്പോൾ കാണുമ്പോൾ ആ VFXൻ്റെ എല്ലാ കുറവുകളും, ആ വെള്ളച്ചാട്ടമാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതിലെല്ലാത്തിനും VFXൻ്റെതായിട്ടുള്ള കുറവുകളൊക്കെ ശരിക്കും എടുത്തറിയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ 2015 സമയത്ത് ഇങ്ങനൊരു പടം എടുത്തത് രാജമൗലി, അതിൻ്റെ ഒരു വിഷൻ, ആ സംഭവങ്ങളൊക്കെ അഭിനന്ദിച്ചേ പറ്റൂ. പിന്നെ രാജമൗലിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇൻ്റർനാഷണലി ഇത്രയും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് വേറൊരു ഡയറക്ടർ ഉണ്ടോ എന്ന കാര്യം തന്നെ സംശയമാണ്. പുള്ളിയാണ് ടോപ്പ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി വേറെ ആരും ഇല്ല. അതുകൊണ്ട് തന്നെ രാജമൗലിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് നമുക്ക് സമയങ്ങളേണ്ട ആവശ്യമില്ല. പക്ഷെ ബാഹുബലി ദി എപ്പിക്കിലേക്ക് വന്നപ്പോൾ എന്ത് അനാവശ്യമായിട്ടുള്ള കുറേ സീക്വൻസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വോയിസ് ഓവർ പോലേക്ക് വരുന്നത് ധീരനെ എന്ന് പറയുന്ന പാട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ എങ്ങനെയാണ്. പിന്നെ നാസറിൻ്റെ കുറച്ച് എക്സ്ട്രാ ഫൂട്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഫസ്റ്റ് പാർട്ട് തീരുന്നിടത്താണ് ഇതിൽ ഇൻ്റർവെൽ വരുന്നത്. പിന്നെ സെക്കൻഡ് പാർട്ട് എൻ്റെ ബാഹുബലി 2 ആണ്. അതിനകത്ത് തന്നെ കണ്ണാനി തൂങ്കട ആ ഒരു പാട്ട് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ യുദ്ധം നടക്കുമ്പോഴുള്ള ചില പോർഷൻസ് കാര്യങ്ങൾ, മനോഹരി എന്ന് പറയുന്ന പാട്ട് കട്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം സംഭവങ്ങളൊക്കെ ഇതിൽ പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ബാഹുബലി കാണുമ്പോൾ അതിൽ കിട്ടുന്ന ആ ഒരു ഇമോഷൻ, ആ ഒരു സംഭവങ്ങളെല്ലാം സ്റ്റിൽ ഫ്രഷ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. സംഭവം ടിപ്പിക്കൽ അമ്മായിയമ്മ മരുമോൾ പോര് ആ ഒരു രീതിയിലാണ്. അതായത് സാധാ വീട്ടിൽ നടക്കുന്നത് ഒരു കൊട്ടാരത്തിൽ നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ആ രീതിയാണ്. പക്ഷെ ബാഹുബലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ രണ്ട് ടൈപ്പാണല്ലോ. അതായത് ഇതിനകത്ത് പലരും പറയുന്ന കാര്യമാണ് ഈ വില്ലൻ ഭയങ്കര പവർഫുൾ ആയിട്ട് കാണിച്ച്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വില്ലനെ മഹേന്ദ്ര ബാഹുബലി ചുമ്മാ വന്നിട്ട് പനയൊക്കെ വളച്ചിട്ട് ചുമ്മാ അങ്ങ് ഇതാക്കി കീഴ്പ്പെടുത്തുകയാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. ബട്ട് ഇൻഫാക്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മഹേന്ദ്ര ബാഹുബലിയുടെ ആ ഒരു തുടക്കം തന്നെ പുള്ളീനെ ഭയങ്കര അമാനുഷികനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതായത് പുള്ളി അത്രയും വലിയ ആ ഒരു ശിവലിംഗം പുള്ളി ഷോൾഡറിൽ എടുക്കുന്നു. പിന്നെ അത്രയും വലിയ, അതായത് അത് താഴെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം കാണുന്ന അത്രയും ഹൈറ്റിലുള്ള ആ വെള്ളച്ചാട്ടം മുകളിലേക്ക് കയറുന്ന അത്രയും ഒരു അമാനുഷികനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അത് മഹേന്ദ്ര ബാഹുബലി. അപ്പം അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ആ ഒരു പടച്ചട്ടയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഒരു യുദ്ധം ചെയ്ത്, അപ്പോൾ ഈ പറയുന്ന ഹാൻഡ് ടു ഹാൻഡ് ആ ഒരു സംഭവം മാത്രമാണ് ഇവർ തമ്മിൽ ഫൈറ്റ് ഉള്ളൂ. അതല്ലാതെ ഈ രാജാക്കന്മാർ അവരുടെ ചെറുപ്പം മുതൽ പഠിക്കുന്ന വാള് വെച്ചുള്ള ആ ഒരു സംഭവങ്ങൾ, അങ്ങനെയുള്ള ഫൈറ്റും കാര്യങ്ങളും ഈ മഹേന്ദ്ര ബാഹുബലിയും ബല്ലല ദേവനായിട്ടുള്ള സംഭവമില്ല. ഇവരുടെ ഫൈറ്റ് ആ പനയൊക്കെ വളച്ച് അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കൂടുതലും ഇവർ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ആണ്. അതല്ലാതെ വാളും പരിചയം ഉപയോഗിച്ചിട്ടുള്ള ആ രീതിയിലൊന്നുമില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ബല്ലല ദേവൻ മഹേന്ദ്ര ബാഹുബലിക്ക് തോൽപ്പിക്കാവുന്നേ ഉള്ളൂ. പിന്നെ അമരേന്ദ്ര ബാഹുബലി ഒരു ശുദ്ധനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളി ഒരു അമ്മക്കുട്ടി എന്നൊക്കെ പറയുന്ന പോലെ വളരെ ശുദ്ധനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് പുള്ളിക്ക് അതായത് ഈ കൊട്ടാരത്തിൽ നടക്കുന്ന അതിൻ്റെ അപ്പുറത്തേക്കുള്ള വലിയ ലോകത്തെക്കുറിച്ചൊന്നും കാര്യമായിട്ടുള്ള ഒരു പരിചയമൊന്നുമില്ല എന്ന് തോന്നുന്നു. കാരണം ഇത്രയും ഈവിളായിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ്, നാസറിനെ ആണെങ്കിലും റാണയുടെ ക്യാരക്ടറൊക്കെ ഇവിടെ ഉണ്ട്. ഇതുപോലെ പല കാര്യങ്ങളൊക്കെ ഇവർ ഈവിളായിട്ട് ചിന്തിക്കും. അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുള്ളി കൂളായിട്ട് വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്തത്ര പവർഫുള്ളാണ് അമരേന്ദ്ര ബാഹുബലി. അതുകൊണ്ട് കട്ടപ്പയ വിട്ടു എന്നുള്ള രീതിയൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ ആ ക്യാരക്ടർ ഭയങ്കര പവർഫുൾ ആണ്. എന്നാലും പോലും അതേപോലെ തന്നെ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ആ രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ വൈ കട്ടപ്പ കേൾഡ് ബാഹുബലി എന്നുള്ള നേഷൻ വൈഡ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ള, കാരണം ഇത്രയും കൾച്ചറലി ഇമ്പാക്റ്റഡ് ഉള്ള ഒരു പടം ബാഹുബലിക്ക് ശേഷം ഇനി ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ എപ്പോഴാണെന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. കാരണം അത്രയ്ക്ക് ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അതിനുശേഷം RRR, കാരണം ഇതുപോലെയൊക്കെ ഒരു പടം ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് മുകളിലേക്ക് ഒരു പടം വെക്കുക എന്ന് പറയുമ്പോൾ, പക്ഷേ RRR രാജമൗലി ചെയ്ത പുള്ളിയുടെ ടാക്ടിക്സ് ഗംഭീരമാണ്. പുള്ളി ആ RRR പടം അത് എനിക്ക് വളരെ പേഴ്സണലി ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പടമാണ് RRR. അതിൻ്റെ ക്ലൈമാക്സ് പെട്ടെന്നായി പോയി എന്നുള്ളൊരു കുറ്റം മാത്രമേ ഉള്ളൂ. അതല്ലാതെ ടഫാണ് അതിൽ ആ ഒരു സീക്വൻസ്. അത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ചിട്ട് ആ ഒരു സീൻ എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെയാണ് പുള്ളി അച്ചീവ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ പുള്ളി ഒരു ക്യാമ്പയിൻ നടത്തി അതിന് ഓസ്കർ ആക്ച്വലി കിട്ടേണ്ടിയിരുന്നത്, കീരവാണിക്ക് കിട്ടേണ്ടിയിരുന്നത് ബാഹുബലി എന്ന് പറയുന്ന സിനിമക്കാണ്. കാരണം ബാഹുബലിയുടെ ആ ഒരു OST, അതിനെ വെല്ലാവുന്ന ഒരു OST വേറൊന്നും എടുത്ത് പറയാവൂ. ബാഹുബലിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു സൗണ്ട് ട്രാക്ക്, BGM ആണെങ്കിലും ബാക്കിയുള്ളതും
നമുക്ക് പെട്ടെന്ന് ആലോചിക്കേണ്ടി വരും. അത്രയും ഗംഭീരമായിട്ടുള്ള വർക്കാണ് ഈ എം എം കീരവാണി. ക്രീം എന്നുള്ളതാണ് ഹിന്ദിയിൽ, മരതകമണി എന്നാണ് തമിഴിൽ അറിയപ്പെടുന്നത്. പുള്ളി ഓരോ ഭാഷയിലും ഓരോ പേരാണ്. പിന്നെ കീരവാണിയുടെ പാട്ടുകളൊക്കെ കുറിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ തൂമിലെ എന്ന് പറയുന്ന പാട്ടൊക്കെ ഇപ്പോഴും എവർഗ്രീൻ ആയിട്ടൊക്കെ നിൽക്കുന്നതാണ്. പുള്ളി ഒരു സംഭവം തന്നെയാണ്. പുള്ളിക്ക് ഓസ്കർ കിട്ടിയതിൽ ഒരു അത്ഭുതവുമില്ല, ലെജൻഡാണ്. ബാഹുബലി എന്നുള്ള സിനിമയിൽ രാജമൗലി പിന്നെ പ്രഭാസം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മൂന്നാമത്തെ ആളാണ് കീരവാണി. ആ പടത്തിനെ മൊത്തത്തിലെടുത്ത് ഷോൾഡർ ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ മ്യൂസിക്കാണ്. സോ ബാഹുബലി ദ എപ്പിക്ക് 3.25 മണിക്കൂറുണ്ടെങ്കിലും എവിടെയും ബോറടിച്ചില്ല. ഒരു സ്റ്റിൽ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്ന. ഇപ്പം ബാഹുബലി 2 ആണ് ഞാൻ ഏറ്റവും കുറവ് കണ്ടിരിക്കുന്നത്. ബാഹുബലി 1 ഞാൻ കണ്ടതിന് കായും കണക്കുമില്ല. കാരണം എൻ്റെ പെങ്ങടെ കുട്ടി ആ ചെറുപ്പത്തിൽ അവൻ എപ്പോഴും ബാഹുബലി വേണം. അവൻ കാലത്ത് മുതൽ രാത്രി അവൻ ഉറങ്ങണ വരെ ബാഹുബലി 1 കംപ്ലീറ്റ്ലി ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ബാഹുബലി എത്ര തവണ കണ്ടെന്നോ, തമിഴ് വേർഷൻ്റെ എല്ലാ ഡയലോഗ്സ് അടക്കം എല്ലാം എനിക്ക് കാണാപ്പാടമാണ്. എത്ര തവണ കണ്ടത് എനിക്ക് തന്നെ അറിയില്ല. സോ ബാഹുബലി ഈസ് എന്താ പറയുക, ഇറ്റ്സ് ഡിഫറെൻറ്റ് എന്നുള്ള രീതിയിലാണ്. ഇപ്പോഴും എനിക്ക് ബാഹുബലി കാണുന്നുണ്ടെങ്കിൽ, ബാഹുബലി 1 ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സന്തോഷം. കാരണം ഒട്ടും ബോറടി ഇല്ലാതിരിക്കണം. പിന്നെ മനോഹരി എന്ന് പറയുന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കട്ട് ചെയ്താണ് എനിക്ക് ചയ്യോ എന്നുള്ള രീതിയിൽ. പിന്നെ ആ പാട്ടിൻ്റെ ആവശ്യമില്ല ശരിക്കും. പക്ഷേ ആ പാട്ട് ഹരിചരൺ പാടിയിരിക്കുന്ന തമിഴ് വേർഷൻ ഭയങ്കര രസമാണ്. അതിൻ്റെ വിജയേഷദാസ് എന്ന് തോന്നുന്നുണ്ട് മലയാളം പാടിയിരിക്കുന്നത്. ബട്ട് എനിക്ക് ഹരിചരൻ്റെ വേർഷനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പുള്ളി അതിൽ പിടിച്ചിട്ടുണ്ട്. വിജയേഷദാസിൻ്റെ പോർഷനിൽ എനിക്ക് അതൊന്നും അത്ര കണക്റ്റ് ആയില്ല. പക്ഷേ സ്റ്റിൽ വിജയ് ഒരു ഗംഭീര സിംഗറാണ്. എന്നാലും എനിക്ക് ഹരിചരൻ്റെ ആ ഒരു വേർഷനാണ് മനോഹരി. അത് ബാഹുബലി ദ എപ്പിക്കിലുണ്ടായിരുന്നില്ല. പിന്നെ എറ്റേണൽ വാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ആനിമേറ്റഡ് സീരീസ്. ആക്ച്വലി ഈ ആനിമേറ്റഡ് സീരീസിൻ്റെ മേക്കേഴ്സിനെ കുറിച്ച് ആർക്കെയിന് എടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് വരുമ്പോൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗംഭീരമായിരിക്കും. കാരണം ഓൾറെഡി മഹാവതാർ നരസിംഹ നല്ല രീതിയിൽ നല്ല കളക്ഷനാണ്. ഒരു ആനിമേഷൻ പടത്തിന് ഇന്ത്യയിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും ഗംഭീര കളക്ഷനാണ് മഹാവതാർ നരസിംഹയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ബാഹുബലി എന്ന് പറയുന്ന ആ ഒരു ഐക്കോണിക് ആ ഒരു ക്യാരക്ടർ, അത് മഹേന്ദ്ര ബാഹുബലി അല്ല, അമരേന്ദ്ര ബാഹുബലി, പുള്ളിക്കാരൻ്റെ ആ ഒരു എന്നുള്ള ആ ഒരു സംഭവം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ട് അതിൻ്റെ മ്യൂസിക്കും എം കീരവാണി തന്നെയാണ്. അപ്പോൾ മ്യൂസിക്കലി ആ സംഭവം നമുക്ക് തരാൻ പോകുന്ന ഹൈ, അത് ഇപ്പോഴേ ആലോചിക്കുമ്പോൾ ഗംഭീരമാണ്. 2027 ഈ സംഭവം വരുന്നത്. അങ്ങനെ ആ ഒരു ഇത്രയും കാത്തിരിക്കണമല്ലോ എന്നുള്ള സംഭവമല്ലോ. പിന്നെ ബാഹുബലിയുടേതായിട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് ആനിമേറ്റഡ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിലോ അല്ലെങ്കിൽ വേറെ എവിടെയും എവിടെയോ കണ്ടിട്ടുണ്ട്, ആനിമേറ്റഡ് ആയിട്ടുള്ള എന്തോ സീരീസൊക്കെ അതിനിടയിൽ ഇറക്കിയിരുന്നു. പക്ഷേ വേണ്ടത്ര ക്ലിക്കായില്ല. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വരുന്ന കുരുക്ഷേത്ര, പിന്നെ ഹോട്ട്സ്റ്റാറിൻ്റെ ഭാഗമായിട്ട് അതൊരു മഹാഭാരതം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോപ്പുലറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇനി അങ്ങോട്ടേക്ക് ആനിമേഷൻ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലിക്കാവും. അപ്പോൾ ബാഹുബലി എന്ന് പറയുന്ന ഒരു ഐക്കോണിക് ക്യാരക്ടർ കൂടി അതിനകത്ത് ഉണ്ടാകുമ്പോൾ അതൊരു ഗംഭീര അനുഭവമായിരിക്കും. അതിൽ വേറെ സംശയമൊന്നുമില്ല. സോ ബാഹുബലി ദ എപ്പിക് എന്ന് പറയുന്നത് നെറ്റ്ഫ്ലിക്സ് അതൊരു സെപ്പറേറ്റ് ഫിലിമായിട്ട് അവർ മാർക്കറ്റ് ചെയ്തു. സെപ്പറേറ്റ് ഫിലിമായിട്ട് ഇനി നെറ്റ്ഫ്ലിക്സിൽ വരുന്നുണ്ട്. ഈ 50 കോടിയുടെ ഇപ്പോൾ എനിക്ക് 50 കോടിയൊന്നും ഒരു റീ റിലീസ് ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല. 50 കോടി കളക്ട് ചെയ്തെന്നാണ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അവർ പറയുന്നത്. സോ അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ബാഹുബലി അപ്പോഴും സ്റ്റിൽ സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ് ആ പടത്തിന് ആ ഒരു ക്രേസ് ഉള്ളൂ. ബാഹുബലി ഇത് എപ്പിക്കിന് നോർത്ത് ഇന്ത്യയിലൊന്നും അത്ര കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഓവർസീസിലും അത്യാവശ്യം നല്ല രീതിയിൽ കളക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് ബാഹുബലി ഈസ് ആൻ ഇമോഷൻ. എത്ര കണ്ടാലും മതിയാവാത്തുള്ള ഒരു ഗംഭീര എൻ്റർടൈൻമെൻ്റ് ആണ് ബാഹുബലി.